ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ഭയന്നാണ് നീക്കം. ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ വസതിയിലാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ വിന്യസിച്ചത്. സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നുള്ള മുൻ കമാൻഡോകൾ അടക്കമുള്ളവരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും കൃത്യമായി അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഭീകരരെയും വളരെ വലിയ രീതിയിൽ സുരക്ഷിതമായി അവരെ നിർത്താനുള്ള എല്ലാ നീക്കങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ വീടിന് മുന്നിൽ കൂടുതൽ കമാൻഡോകളെ വിന്യസിക്കുകയാണ് പാകിസ്ഥാൻ, അല്ലേ? ദേവിക, പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ ഏതൊക്കെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് എങ്ങനെയൊക്കെ തണലൊരുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഹാഫിസ് സയ്യിദിന് സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ തീരുമാനം. ലാഹോറിലാണ് ഈ കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദ് ഉള്ളത്. ഇയാൾ നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ്. അതുമാത്രമല്ല, ഈ ലഷ്കർ ഇ തോയ്ബ എന്ന കൊടും ഭീകര സംഘടന, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പഹൽഗാം ഭീകരാക്രമണമാണെങ്കിലും അതിന് മുൻപ് നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും ഏറ്റവും പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഭീകര സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ. അതിൻ്റെ സ്ഥാപകനാണ് ഹാഫിസ് സയ്യിദ് എന്നുള്ളത്. ലോക രാജ്യങ്ങൾ പലതും ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള UN-ന്റെ തന്നെ ഭീകര പട്ടികയിലുള്ള കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. ഇയാളുടെ ലാഹോറിലെ വസതിക്കാണ് ഇപ്പോൾ പാകിസ്ഥാൻ സുരക്ഷ നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ്, അതായത് പാകിസ്ഥാന്റെ പ്രത്യേക കമാൻഡോ വിഭാഗമാണ് ഈ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ്. ആ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നും വിരമിച്ച മുൻ കമാൻഡോകളെ ഇപ്പോൾ ലാഹോറിലെ ഈ കൊടും ഭീകരന്റെ വസതിക്ക് മുന്നിൽ അണിനിരത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഇയാളുടെ വീടിന് 1 കിലോമീറ്റർ മുൻപ് തന്നെ പ്രത്യേക CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ് ഹാഫിസ് സയ്യിദിനെ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതിലൂടെ പഹൽഗാം ഭീകരാക്രമണവും മാത്രമല്ല, ഇന്ത്യ വർഷങ്ങളായി തന്നെ ഉന്നയിക്കുന്ന ഭീകരവാദത്തിന് കൊടപിടിക്കുന്ന സമീപനം പാകിസ്ഥാൻ ഉണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവ് കൂടി ലഭ്യമാകുന്നു. കാരണം ഹാഫിസ് സയ്യിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനാണ്. മാത്രമല്ല, ലഷ്കർ ഇ തോയ്ബയാണ് നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പല ഭീകര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ 2 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദുമാണ്. അതിൽ ലഷ്കർ ഇ തോയ്ബയുടെയും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായ മറ്റൊരു സംഘടന ജമാഅത്ത് ഉദ്ദുവയുടെയും അധ്യക്ഷനും സ്ഥാപക നേതാവുമാണ് ഹാഫിസ് സയ്യിദ്. അങ്ങനെ ലോകം തേടുന്ന ഈ കൊടും ഭീകരനാണ് ഇപ്പോൾ പാകിസ്ഥാൻ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ദേവിക, ശരി. ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ഭയന്നാണ് പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ നീക്കം. ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ വസതിയിലാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നുള്ള മുൻ കമാൻഡോകൾ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന ഭീകരൻ കൂടിയാണ് ഹാഫിസ് സയ്യിദ്.